അധ്യാത്മരാമായണം, സുന്ദരകാന്ഡം, ലങ്കാലക്ഷ്മി മോക്ഷവും സീതാ ദർശനവും. കൃശഗാത്രനായി ഇടതുകാൽ വെച്ച് വാതിലിൽ ഞെരുങ്ങിക്കടന്നപ്പോൾ കഠിനമായ അലർച്ചയോടെ ലങ്കാലക്ഷ്മി കടന്നുവന്നു ഹനുമാനെ പ്രഹരിച്ചു. ഹനുമാനും അവരെ പ്രഹരിച്ചു. ഇടത് കൈയാൽ പ്രഹരമേറ്റ ലങ്കാലക്ഷ്മി ചോര ഛർദിച്ചു നിലംപതിച്ചു. ശേഷം എഴുന്നേറ്റ ലങ്കാലക്ഷ്മി പറഞ്ഞു, ബ്രഹ്മദേവൻ മുന്നേ ഇത് എന്നെ ധരിപ്പിച്ചിരുന്നതാണ്. രാമ അവതാരം, സീതാ അപഹരണവും ദൂതനായി ഏകൻ വരുമെന്നും പ്രഹരമേറ്റ് എൻ്റെ ശാപത്തിന് മുക്തി വരുമെന്നതും കൂടാതെ ആ അവസരത്തിൽ അനുവാദവും അനുഗ്രഹവും ദൂതന് നൽകണമെന്നും പറഞ്ഞിരുന്നു. അപ്രകാരം ഹനുമാനെ ലങ്കാദേവി അനുഗ്രഹിച്ചു. കാത്തു കഴിയുകയായിരുന്നു നിങ്ങളെ ഞാൻ. ജയം ഉറപ്പിച്ചു കഴിഞ്ഞു നിങ്ങൾ. ദേവിയെ കാണുക. ദേവി ഇരിക്കുന്ന സ്ഥലം ധരിപ്പിച്ചുകൊണ്ട് ലങ്കാലക്ഷ്മി അവിടെ നിന്നും വിടവാങ്ങി. ലങ്കയുടെ ഐശ്വര്യവും നഷ്ടമായി. അനേകം മന്ദിരങ്ങളും ഉദ്യാനങ്ങളും തിരഞ്ഞു, എങ്ങും കണ്ടില്ല. വെറുപ്പ് തോന്നിയ ഇടങ്ങൾ മാത്രം കണ്ടു. അപ്പോൾ പുഷ്പങ്ങളുടെ സുഗന്ധത്തോടെ പവനൻ എത്തി. ശിംശബ വൃക്ഷച്ചുവട്ടിൽ ദേവിയെ കാണിച്ചു കൊടുത്തു ഹനുമാന് പവനൻ. സർവവിധത്തിലും ദുരിതത്തിലും സദാ രാമജപവും കണ്ണുനീരും വാർത്ത് ചുറ്റും രാക്ഷസികളുമായി ദേവിയെ കണ്ടു. വൻമരത്തിൻ്റെ ഇലകൾക്കിടയിൽ മറഞ്ഞിരുന്നു കൊണ്ട് കാര്യസാധ്യമായി, ഞാൻ കൃതാർത്ഥനായി എന്ന് ചിന്തിച്ച് ഉൾപ്പുളകം പൂണ്ടിരുന്നു ഹനുമാൻ. ഉടൽ കടുകിനോടു സമമിടത്തുകാൽ മുമ്പിൽ വെച്ചുള്ളിൽ കടപ്പാൻ തുടങ്ങും ദശാന്തരെ, കഠിനതരമലറിയൊരു രജനിജരിവേഷമായി കാണായിതാശു ലങ്കാശ്രീയേയും ദദ. ഇവിടെ വരുവതിന് പറകിതെന്തു മൂലം ഭവാനേകനായി ചോരനോ ചൊല്ലു നിൻ വാഞ്ചിതം. അസുരസുര നര പശു മൃഗാദി ജന്തുക്കൾ മറ്റാർക്കുമേ വന്നുകൂടാ ഞാൻ അറിയാതെ. ഇതി പരുഷവചനമോടണഞ്ഞു താടിച്ചിതൊന്നേറെ രോഷേണ താടിച്ചു കവീന്ദ്രനും. രഘുകുലജവര സജീവ വാമമുഷ്ടിപ്രഹാരേണ പതിച്ചു വമിച്ചിതു ചോരയും. കപിവരനോടവളുമെഴുന്നേറ്റു ചൊല്ലിടിനാൾ, കണ്ടേനടോ തവ ബാഹുബലം സഖേ. വിധിവിഹിതമിതു മമ പുരൈവ ദാതാവുതാൻ. വീരാ പറഞ്ഞിതെന്നോടിതു മുന്നമേ സകല ജഗദധിപതി സനാതനൻ മാധവൻ. സാക്ഷാൽ മഹാവിഷ്ണുമൂർത്തി നാരായണൻ. കമലദല നയനൻ അവനീൽ അവതരിക്കുമുൾക്കാരുണ്യമോടഷ്ടവിംശതി പര്യയേ. ദശരഥ ദ്രുപതി തനയനായി മമ പ്രാർത്ഥനാൽ ത്രേതായുഗേ ധർമ്മദേവരക്ഷാർത്ഥമായി ജനകദ്രുപവരനു മകളായി നിജമായയും ജാതയാം പങ്ക്തി മുഖവിനാശത്തിനായി സരസിരുഹ നയനൻ അടവിയിലത തപസ്സിനായി സഫ്രാദ്രുഭാര്യനായി വാഴും ദശാന്തരെ. ദശവദനൻ അവനി മകളെയും അപഹരിച്ചുടൻ ദക്ഷിണവാരിധി ഉക്കിരിക്കുന്ന നാൾ സപതി രഘുവരനോടരുണജനു സാജീവ്യവും സംഭവിക്കും. പുനഃസുഗ്രീവശാസനാൽ സകല ദിശി കവികൾ തിരവാൻ നടക്കുന്നതിൽ
സന്നദ്ധനായി വരുമേകൻ തവാന്തികേ. കലഹം അവനോടു ധടുതി തുടരും അളവെത്രയും കാതരയായി വരും നീയെന്നു നിർണയം. രണനിപുണനൊടു ഭവതി താടനവും കൊണ്ടു രാമദൂതന്നു നൽകണമനുജ്ഞയും. ഒരു കവിയോടൊരു ദിവസം അടിതടിതി കൊള്ളിൽ നീ ഓടി വാങ്ങിക്കൊള്ളുകെന്നു വിരിഞ്ചനും. കരുണയൊടു ഗത കപടമായി നിയോഗിക്കയാൽ കാത്തിരുന്നേനിവിടം പലകാലവും. രഘുപതിയൊടിനിയൊരടിരൊഴികെ നടകൊള്ളുക നീ ലങ്കയും നിന്നാൽ ജിതയായി തിന്നടോ. നിഖില നിശിചര കുലപതിക്കു മരണവും നിശ്ചയമേറ്റമടുത്തു ചമഞ്ഞിതു. ഭഗവതനുചര ഭവതു ഭാഗ്യം ഭവാനിനി പാരാതെ ചെന്നു കണ്ടിടുക ദേവിയേ. ത്രിദശകുലരിപുദശമുഖാന്തപുരവരെ ദിവ്യലീലാവനേ പാദപസംകുലേ. നവകുസുമഫലസഹിത വിടപിയുത ശിംശഭാ നാമവൃക്ഷത്തിൻ ചുവട്ടില്ലതിശുച. നിശിചരികൾ നടുവിലഴലോടും മരുവീടുന്നടോ. നിർമ്മലഗാത്രിയാം ജാനകി സന്തതം ത്വരിതമവൾ ചരിതമുടൻ അവനോടറിയിക്ക പോയ അമ്പുതിയും കടന്നമ്പരാന്തേ ഭവാൻ. അഖില ജഗദധിപതി രഘൂത്തമൻ പാതുമാമസ്തുതേ. സ്വസ്തിരത്യുത്തമോത്തം സമേ. ലഘുമധുരവചനമിതി ചൊല്ലി മറഞ്ഞിതു. ലങ്കയിൽ നിന്നു വാങ്ങി മലർമങ്കയും. ഉദകനിധി നടുവിൽ മരുവും ത്രികുടാദ്രിമേലുല്ലംഘിതേ അബ്ദൗ പവനാത്മജന്മനാ. ജനകനരപതി വരമകൾക്കും ദശാസ്യനും ചെമ്മേ വിറച്ചിതു വാമാഭാഗം തുലോം. ജനകനരപതി ദുഹിതൃ വരനു ദക്ഷാംഗവും ജാതനെന്നാകിൽ വരും സുഖ ദുഃഖവും. തദനു കപികുലപതി കടന്നിതു ലങ്കയിൽ താനതി സൂക്ഷ്മ ശരീരനായി രാത്രിയിൽ. ഉദിതരവികിരണ രുചി പൂണ്ടോരു ലങ്കയിലൊക്കെ തിരഞ്ഞാനൊരേടമൊഴിയാതെ. ദശവദനമണി നിലയമായിരിക്കും മമ ദേവീരിപ്പേടമെന്നോർത്തു മാരുതി. കനകമണി നികര വിരചിതപുരിയിലെങ്ങുമേ കാണാഞ്ഞു ലങ്കാവചനമോർത്തിടിനാൻ. ഉടമയൊടും അസുരപുരി കനിവിനോടു ചൊല്ലിയോരുദ്യാനദേശേ തിരഞ്ഞു തുടങ്ങിനാൻ. ഉപവനവും അമൃതസമസലിലയുധവാപിയും ഉത്തുംഗ സൗധങ്ങളും ഗോപുരങ്ങളും സഹജസുത സജീവ ബലപതികൾ ഭവനങ്ങളും സൗവർണസാലധ്വജ പതാകങ്ങളും. ദശവദന മണിഭവന ശോഭ കാണും വിധൗ ദിക്പാലമന്ദിരം ധികൃതമായി വരും. കനകമണിരചിത ഭവനങ്ങളിലെങ്ങുമേ കാണാഞ്ഞു പിന്നെയും നീളെ നോക്കും വിധൗ. കുസുമജയ സുരഭിയൊടു പവനനദി ഗൂഢമായി കൂടെ തടഞ്ഞു കൂട്ടിക്കൊണ്ടുപോയുടൻ. ഉപവനവും ഒരു തരതരുപ്രവരങ്ങളും ഉന്നതമായുള്ള ശിംശപാവൃക്ഷവും അതിനികടമഖില ജഗദീശ്വരി തന്നെയും ആശുഗനാശു കാട്ടിക്കൊടുത്തിടിനാൻ. മലിനതര ചിഗുരവസനം പൂണ്ടു ദീനയായി മൈഥിലി താൻ കൃശഗാത്രിയായത്രയും.
ഭയവിവശം അവനിയിലുരുണ്ടും സദാഹൃതി ഭർത്താവു തന്നെ നിനച്ചു നിനച്ചലം നയനജലം അനവരതമൊഴുകിയൊഴുകി പതിനാമത്തെ രാമരാമേതി ജപിക്കയും നിശിചരികൾ നടുവിലഴലോടുമരുമീശ്വരീ നിത്യസ്വരൂപിണിയെ കണ്ടു മാരുതി വിടബിവര ശിരസി നിബിടച്ചതാന്തർഗതൻ വിസ്മയം പൂണ്ടു മറഞ്ഞിരുന്നിടിനാൻ ദിവസകര കുലപതി രഘൂത്തമൻ തന്നുടേ ദേവിയാം സീതയെ കണ്ടു കവിവരൻ കമലകളഖില ജഗദീശ്വരി തന്നുടൽ കണ്ടേൻ കൃതാർദ്ധോസ്മ്യഹം ദിവസകര കുലപതി രഘൂത്തമൻ കാര്യവും ദീനതയെന്നിയെ സാധിച്ചിരുന്നു ഞാൻ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ.